ഹായ് ഓൾ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്കെല്ലാവർക്കും അറിയുന്ന ഉഴുന്നുവടൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഇങ്ങനെ ഉഴുന്നുവട പുറത്ത് നല്ല ക്രിസ്പി ആയിട്ടും ഉള്ളിൽ നല്ല സോഫ്റ്റായിട്ടും എളുപ്പത്തിലുണ്ടാക്കാൻ നോക്കാം. അതിനു വേണ്ടി ഞാനിതാ ഒരു 2 കപ്പ് ഉഴുന്ന് ഒരു 6 മണിക്കൂറോളം വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചിട്ട് വെള്ളം ഒഴിവാക്കി മാറ്റിയിട്ട് എടുത്തുക്കിട്ടോ. ഇനി ഈ ഉഴുന്ന് 2 ബാച്ചായിട്ട് നമുക്ക് മിക്സിയിൽ ഒന്ന് അരിച്ചെടുക്കാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ കുറച്ച് ഉഴുന്ന് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. അതിൻ്റെ കുറച്ച് ആദ്യം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒന്ന് നല്ലോണം അരിച്ചെടുത്തിട്ട് ഞാൻ പിന്നെ ഏടാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് അരിച്ചു കൊടുക്കുന്ന സമയത്ത് നമ്മൾ ഇളക്കിയിട്ട് തന്നെ അരിച്ചെടുക്കണം കേട്ടോ. എന്തെങ്കിലും അടിച്ചെടുക്കണം, എന്നെങ്കിൽ മാത്രമേ ഇത് അരിഞ്ഞു കിട്ടുള്ളൂ. അപ്പോൾ ഞാനിത് ഒന്ന് ഇളക്കിയിട്ടിട്ട് കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചെടുക്കുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഫസ്റ്റ് അരിക്കുമ്പം 1/4 കപ്പിനേക്കാൾ കുറച്ച് കുറവ് വെള്ളം കേട്ടോ യൂസ് ആക്കിയത്. അപ്പോൾ ഇത് എങ്ങനെ കറക്റ്റ് ആയിക്ക് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഇട്ട് നോക്കി. അപ്പോൾ ഇട്ട് കൊടുത്ത സമയത്ത് ഇതിങ്ങനെ പൊന്തി നിൽക്കുകയാണെങ്കിൽ ഉഴുന്നുവടൻ്റെ കറക്റ്റ് ടെക്സ്ചർ ആയി കിട്ടോ. അങ്ങനെ ഞാനിതാ 2 ബാച്ചും അടിച്ചെടുത്ത് കിട്ടോ. ഇനിതാ ഞാനൊരു ഫോർക്ക് വെച്ചിട്ട് നല്ലോണം ഒരു 5 മിനിറ്റോളം ഇങ്ങനെ മിക്സാക്കി കൊടുക്കുന്നുണ്ട്. നല്ലോണം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. എങ്കിൽ മാത്രമേ നമ്മളെ ഉഴുന്നുവട നല്ല സോഫ്റ്റായിട്ട് വരും. നിങ്ങൾക്ക് ഇവിടെ ഫോർക്ക് വെച്ചിട്ടോ അല്ലെങ്കിൽ കൈ വെച്ചോ നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കാം. ഇനി ഞാനിതൊരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട്. അപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാനിത് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ഉള്ളി ചെറുതാക്കി കട്ട് ചെയ്തും ഒരു 3 പച്ചമുളകും കൂടെ ചെറുതാക്കി കട്ട് ചെയ്ത് ഇതിലേക്ക് ഇടാക്കി കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഇഞ്ചി, പിന്നെ കരിവേപ്പിൻ്റെ ഇല, മല്ലിയിലയും കൂടി ചെറുതാക്കി കട്ട് ചെയ്ത് ഇടാക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് കുറച്ച് കുരുമുളക് ക്രഷ് ചെയ്തും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു ടീസ്പൂൺ ഉപ്പും കൂടെ ഇടാക്കി കൊടുത്ത് നല്ലോണം തന്നെ ഇത് മിക്സ് ആക്കി എടുക്കുന്നുണ്ട്. ഉഴുന്നുവട ഉണ്ടാക്കുന്നതിൽ ആകെയുള്ളൊരു ബുദ്ധിമുട്ടെന്ന് പറയുന്നത് ഇത് ഷേപ്പാക്കിയെടുത്ത് ഫ്രൈ ചെയ്തെടുക്കുന്ന മാത്രമാണ്. അപ്പോൾ നമ്മളെ കൈ നല്ലോണം ഒന്ന് വെള്ളത്തിൽ നനച്ചതിന് ശേഷം ഒരു ബോൾസ് പോലെ കയ്യിലേക്ക് ഉരുട്ടിയെടുത്തിട്ട് എന്നിട്ട് ഇങ്ങനെ വെച്ചതിന് ശേഷം വിരലില്ലേ അതും ഒന്നും കൂടെ നനച്ചിട്ട് സെൻറ്ററിലൊന്നിങ്ങനെ ഹോളാക്കി കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് കറക്റ്റ് കിട്ടും കേട്ടോ. അപ്പോൾ എല്ലാ ഉഴുന്നുവട ഉണ്ടാക്കുമ്പോൾ ആദ്യം നമ്മൾ കൈ ഒന്ന് നനച്ച് കൊടുക്കണം. അപ്പോൾ നമുക്കത് കറക്റ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പോൾ ഞാൻ ഉഴുന്നുവട നല്ല ചൂടായി വന്ന ഓയിലേക്ക് ഇട്ടിട്ട് ഒന്ന് ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഉഴുന്നുവടൻ്റെ ഒരു ഗോൾഡൻ ബ്രൗൺ കളറായി കഴിഞ്ഞാൽ നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റിയെടുക്കാം. അതേപോലെ നമ്മൾ ഫ്ലെയിം ഹൈയിലിടരുത്, മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം നമ്മളിത് പൊരിച്ചെടുക്കാൻ. ഇല്ലെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ പൊരിയാണ്ടായി പോകും. ഇനിയിപ്പോൾ ഒരു കൈ കൊണ്ട് നിങ്ങൾക്ക് ഇത് ഷേപ്പാക്കി എടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മൾ എന്താക്കുക, 2 കൈയിലും വെള്ളമാക്കി വെച്ചിട്ട് ഇങ്ങനെ ബോൾസ് 2 കൈയിലിട്ട് ഉരുട്ടിയിട്ട് ഒരു കയ്യിൽ വെച്ചിട്ട് മറ്റേ കയ്യിലെ വിരൽ കൊണ്ട് ഇങ്ങനെ ഹോൾസ് ആക്കി എടുത്താലും നമുക്ക് ഇതേപോലെ തന്നെ നല്ല പെർഫെക്റ്റായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പോൾ ഞാൻ അങ്ങനെ എല്ലാ ഉഴുന്നുവടയും പൊരിച്ചെടുത്ത് കിട്ടും. നല്ല ക്രിസ്പി ആയിട്ടും ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടാണ് നമ്മളെ ഉഴുന്നുവട ഉള്ളത്. ബേക്കിംഗ് സോഡ ഒന്നും യൂസ് ആക്കേണ്ടതന്നെ നമുക്ക് നല്ല കറക്റ്റ് ഉഴുന്നുവട ആയി കിട്ടും. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഉഴുന്നുവട വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ബൈ.